ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലേ. അതെ, നമ്മുടെ പ്രമുഖ നടന്മാരിൽ ഒരാളായിട്ടുള്ള സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നടനിൽ ഒരാളാണ് കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് അറിയാം, ഒരുപാട് ചിരിപ്പിക്കുന്ന സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നടനാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. അങ്ങനെ ഒരുപാട് മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് മരണപ്പെട്ടത് അല്ലേ. അതായത് 2010 മരിച്ചത്. 2010 മരിച്ച് ഈ ഒരു സമയമായിട്ടും നമ്മൾ ആരും, ഇത്ര 16 കൊല്ലമായിട്ട് നമ്മൾ ആരും ഇതുവരെ കൊച്ചൻ ഹനീഫ എന്നൊരു നടനെ മറന്നു പോയിട്ടില്ല അല്ലെ. അദ്ദേഹത്തിന്റെ അഭിനയത്തോടുള്ള ഇഷ്ടമാണ് നമുക്ക്. കാരണം എത്രത്തോളം നല്ല ഒരു അഭിനയമാണ് കാഴ്ചവെച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. ഇപ്പൊ ഇവിടെ എനിക്കൊരു സന്തോഷായിട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ അവരുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ പോവും, അവരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ നല്ല പണമൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ ദൂർത്തടിച്ചിട്ടായിരിക്കും ജീവിക്കാന്നൊക്കെ ആയിരിക്കും നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. കാരണം അവർ സിനിമാ നടന്മാരാണ്, അല്ലെങ്കിൽ അവർ നടിമാരാണ്. അവർ മരണപ്പെട്ടാലും അവർ അവരുടെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് പൈസകൾ സമ്പാദിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാലും അവർക്ക് ജീവിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും ഞാനും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം കൊച്ചിൻ ഹനീഫ എന്ന നടൻ മരണപ്പെട്ടത് മൂലം അദ്ദേഹത്തിന്റെ ഭാര്യയും ആ 2 മക്കളും അനുഭവിച്ച ഗതികേടിലെ, അതായത് ഈ 16 വർഷം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വാടക വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു ഇതിലെ, ഇതൊന്നും നമ്മൾ ആരും അറിയുന്നില്ല. കാരണം നമ്മളെപ്പോഴും വിചാരിക്കും ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയായിരിക്കും ജീവിക്കാന്ന്. പക്ഷെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ലല്ലോ മറ്റുള്ളവരുടെ ജീവിതം. അപ്പൊ ഇവിടെ നമുക്കറിയാം 2010 കൊച്ചിൻ ഹനീഫ സാർ മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ ഈ സഫയും മർവയും 2 ഇരട്ട കുട്ടികളാണ്. കൊച്ചിൻ ഹനീഫ സാർ മരിച്ചപ്പോൾ തൻ്റെ കുട്ടികൾക്ക് വെറും കുറച്ച് ഏതാണ്ട് ഒരു 4 വയസ്സ് എത്രയൊക്കെ ഉള്ളൂ. കാരണം ആ ഒരു സമയം ഒരു ഉപ്പാന്റെ സ്നേഹം അല്ലെങ്കിൽ ഒരു അച്ഛന്റെ സ്നേഹം ഉണ്ടാവേണ്ട സമയത്തായിരുന്നു ആ മരണം. ആ മക്കൾക്ക് എത്രത്തോളം ആ ഉപ്പാനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സഫ, മറുവ എന്നാണ് ആ കുട്ടികളുടെ പേര്. ആ കുട്ടികൾക്ക് ഇപ്പോൾ പ്രായപൂർത്തിയായതിനു ശേഷമാണ് ആ വീടും കാര്യങ്ങളൊക്കെ ലഭിച്ചത്. ഇപ്പോൾ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. കാരണം വീടൊക്കെ ആയി, കുട്ടികൾ അത്രയും പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. കാരണം സ്വന്തം ഭർത്താവ് മരിച്ചിട്ടും ആ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ആ 2 മക്കളും അല്ലേ. മറ്റുള്ളവരുടെ ആരെ മുന്നിൽ പോയി കൈ നീട്ടാതെ വെയിറ്റ് ചെയ്ത്, അതായത് മക്കൾക്ക് ആവണ സമയം വരെ വെയിറ്റ് ചെയ്ത് തൻ്റെ ഭർത്താവിന്റെ ആഗ്രഹമായ ഒരു സ്വപ്ന ഭവനം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തു അല്ലേ. കാരണം ഇതാണ് നല്ലൊരു സ്ത്രീയുടെ ഒരു അടയാളം കേട്ടോ. കാരണം അവൾക്ക് പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും, അതായത് ആരുടെ മുന്നിൽ താഴെ വിളിക്കാതെ സ്വന്തം ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം. നമുക്കൊരു ക്ലിപ്പ് കാണാം കേട്ടോ. കാരണം ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്വപ്ന ഭവനം പൂർത്തിയാക്കിയ നിമിഷം കേട്ടോ. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് വീടൊരുങ്ങി കൊച്ചി വെണ്ണലയിലാണ് പുതിയ വീട് നിർമ്മിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ ആകസ്മിക മരണത്തിന് ശേഷം കഴിഞ്ഞ 16 കൊല്ലം വാടക വീട്ടിലായിരുന്നു ഭാര്യ ഫാസില, അതുപോലെ തന്നെ കൊച്ചിൻ ഹനീഫയുടെ മക്കളായ സഫയും മറവയും താമസിക്കുന്നത്. കൊച്ചിൻ ഹനീഫയുടെ സമ്പാദ്യത്തിൽ സ്വപ്ന വീട് ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോഴീ കുടുംബം. വെണ്ണല അംബേദ്കർ റോഡിലാണ് കൊച്ചിൻ ഹനീഫാസ് AB മനസ്സിൽ. പിതാവ് AB മുഹമ്മദിന്റെ പേരിലാകണം തന്റെ വീടെന്നത് കൊച്ചിൻ ഹനീഫയുടെ എക്കാലത്തെയും വലിയ ആഗ്രഹം. 5 ബെഡ്റൂം ഉൾപ്പെടെ മനോഹരമായി ഇന്റീരിയർ ചെയ്ത 3 നില വീട്ടിൽ മലയാളികളുടെ പ്രിയ നടന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു. മൊമന്റോകൾ, അംഗീകാരങ്ങൾ, ഓർമ്മ ചിത്രങ്ങൾ. മക്കളായ സഫയും മർവയും ചേർന്നാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ വിട്ടുപിരിയുമ്പോൾ 4 വയസ്സായിരുന്നു ഇരട്ടകളായ സഫയ്ക്കും മർവയ്ക്കും. കുഞ്ഞുങ്ങളെ ചേർത്തണച്ച ഫാസില കഴിഞ്ഞ 16 വർഷം കൊണ്ട് ഹനീഫയുടെ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കുകയാണ്. തലശ്ശേരിക്കാരിയായ ഫാസില ഉറ്റവർ നിർബന്ധിച്ചിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കൂട്ടാക്കിയില്ല. പേരിനു മുമ്പ് നാടിനെ അടയാളപ്പെടുത്തിയ വലിയ കലാകാരന്റെ ഓർമ്മകൾ ഈ മണ്ണിൽ തന്നെ തുടരണമെന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഫാസിലയ്ക്ക്.
16 കൊല്ലം കടവന്ത്രയിലെ വാടക വീട്ടിൽ താമസിച്ച കുടുംബം കൊച്ചിയിൽ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ സ്വപ്നം കൂടൊരുക്കി. ഒരു രൂപ പോലും ആരുടെ മുന്നിലും കൈനീട്ടാതെ. ചില ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒടുവിൽ അനീഫ് കാർഡ് സമ്പാദ്യം കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ അനീഫ് ആഗ്രഹിച്ച പോലെ തന്നെ ഉള്ളൊരു വീട് നമുക്ക് പണിയാൻ പറ്റി. അനീഫ് കാക്കും അങ്ങനെ ഒരാളൊരു അഭിമാനിയാണ്. ആരെ മുന്നിലും തലകുനിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ നമ്മൾ 16 വർഷം നമ്മൾ അതിനു വേണ്ടി എന്തോ വെയിറ്റ് ചെയ്ത പോലെ തന്നെ. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷേ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ദിലീപേട്ടൻ. പറയുന്ന സമയത്ത് ഇപ്പം അഭിമാനിയാണ് അങ്ങനെയൊക്കെ അനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഫ് ഖാൻ്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇന്നോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നതും അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടായിക്കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു അനീഫ് ഖാൻ്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം ഒരു മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടി മാറി. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷം. ഇവിടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ. കാരണം എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷമായിട്ടോ. കാരണം ഇത്രയും കാലം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 2010 കൊച്ചൻ ഹനീഫ എന്നൊരു ആ നടൻ മരിച്ചത്. അന്ന് നമുക്ക് ആ ഒരു സിനിമ നടൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയുള്ളൂ. കാരണം അതല്ലാതെ അവരുടെ ഒരു ലൈഫ്, ആ ഒരു കൊച്ചൻ ഹനീഫ എന്ന മനുഷ്യന്റെ ഒരു ലൈഫ് വെച്ച് നോക്കിയാൽ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും ആ മക്കളും. ചില ലീഗൽ ഇഷ്യൂ കാരണമാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആരുടെ മുന്നിൽ തല കുനിക്കാതെ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് സമയമാവട്ടെ എന്ന് നമുക്കൊരു സമയം വരും എന്നുള്ള ഉറച്ചു ആ ഒരു സമയം ആഗോളം അവർ വെയിറ്റ് ചെയ്ത് ആ മക്കളെ അത്ര പൊന്നു പോലെ നോക്കി വളർത്തി വലുതാക്കി ഇത്രയും കാലം അത്രയും പഠിപ്പിച്ച് വലിയതാക്കി ഇപ്പോഴാ സ്വന്തം ഭർത്താവിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റില്ലേ. അപ്പൊ ആയിരിക്കും മക്കൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കില്ലേ. കാരണം കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ 2 കുട്ടികൾ എന്നാണ് പറയുന്നത്. കാരണം ആ ഉപ്പയുടെ സ്നേഹം എന്താന്ന് അവർ ആ പ്രായത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും ആ ഉപ്പയോടുള്ള സ്നേഹം കരുതലും എത്രത്തോളം ഉണ്ടില്ല മക്കൾക്ക്. എന്തായാലും ഭാഗ്യം ചെയ്ത ആളാണ് കേട്ടോ കൊച്ചൻ ഹനീഫ എന്ന നടൻ. കാരണം നല്ലൊരു ഭാര്യയും ഇതുപോലെ നല്ലൊരു 2 മക്കളെയും കിട്ടി. പിന്നൊരു കാര്യം പറയാണ്ട്, ഇവർക്ക് കഴിഞ്ഞ 16 വർഷമായിട്ട് വേറൊരു മനുഷ്യന്മാര് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊക്കെ നമുക്ക് ഓരോരുത്തർ പറയുന്നുണ്ട്. അതെന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ദിലീപ് എന്നൊരു മഹാനടൻ എത്രത്തോളം നല്ലവനാണെന്നും എത്ര നല്ല വ്യക്തിയാണെന്നും മനുഷ്യത്വമുള്ള മനുഷ്യനാണെന്നും ഈ ഒരു ഇതിലൂടെ നമുക്ക് തിരിച്ചറിയാം കേട്ടോ. കഴിഞ്ഞ 16 വർഷം ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് സഹായവും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന നടൻ കേട്ടോ. അപ്പൊ ഇതൊന്നും നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. കാരണം ഇവരുടെ ലൈഫ് എങ്ങനെയാണെന്നും നമുക്കറിയില്ല. കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നായിരുന്നു നമ്മുടെ ഉള്ളിലുള്ള ഒരു കാഴ്ചപ്പാട് കേട്ടോ. പക്ഷെ അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഇന്നോവ കാറ് ഫിലിം ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോയി അതിലുള്ള വരുമാനം ഈ ഒരു ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുന്ന ഈ ഒരു ഇത് ദിലീപേട്ടന്റെ ഈ മനസ്സ് നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം ഇത്രയും നല്ല മനസ്സിലുള്ള ഒരു ഉടമയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയും നല്ല മനുഷ്യനാണ് അല്ലേ. കൊച്ചൻ ഹനീഫ സാറ് അഭിമാനത്തോടെ ഞാൻ പറയാം, എന്തൊരു നല്ല മികച്ച അഭിനയമാണല്ലേ കാഴ്ചവെച്ചത്. കാരണം എത്രയൊക്കെ സിനിമകളാണ്. അപ്പൊ നമുക്കൊക്കെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വരുന്ന സിനിമയാണ് CID മൂസ, പറക്കും തളിക, പിന്നെ തിളക്കം, അങ്ങനത്തെ ഈ കുറേ സിനിമകളുണ്ട് നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച സിനിമ. അതിന് കുറച്ച് സീനുകൾ ഞാൻ അവിടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒരിക്കലും മറക്കാത്ത, നമ്മുടെ എത്ര വർഷം കഴിഞ്ഞാലും ഇനി എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ സീനുകൾ നമുക്ക് സമ്മാനിച്ചു പോയ ആ ഒരു മനുഷ്യന്റെ കുറച്ച് നല്ല സിനിമയിലെ സീനുകൾ കാണാം കേട്ടോ. What the hell are you doing here? എല്ലാരും ചെയ്യണല്ലേ സായിപ്പേ. Bloody fool. It's time to sleep. You sleep bro. I wash. I not wash. എന്റെ തുണിയൊക്കെ താൻ വാഷോ? Bullshit. ഉൾസൈ വേണമെങ്കിൽ പിള്ളേരോട് പറഞ്ഞാ മതി. What's it? What is
ഉപജീവനമാണ്. അത് കൂടി പോയാൽ കാശ് ചോദിച്ച് ആരാഴ്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ പറയും നിനക്കറിയില്ല പഞ്ചാബിയുള്ള ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിന്നത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. പക്ഷേ ധൈര്യമുണ്ട് കേരള. ബോട്ട് ഫ്രീ കിട്ടും. കിട്ടും. അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട. അതും ഫ്രീ. അപ്പോൾ ഗൈസ്, ഒരുപാട് സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ നടന്മാരിൽ ഒരാളാണ് കേട്ടോ ഈ കൊച്ചൻ ഹനീഫ എന്നൊരു വ്യക്തി. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് വളരെയധികം ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹം 2010 മരണപ്പെട്ടതാണ്. മരണപ്പെട്ടിട്ടും ഇത്രയും കാലം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് ജീവിച്ച ഒരു അദ്ദേഹത്തിന്റെ ഭാര്യയും ആ മക്കളെ കുറിച്ച് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു അഭിമാനം തോന്നിയിട്ടുണ്ട്. കാരണം എത്ര ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് ഈ ഒരു കൊച്ചിൻ ഹനീഫ സാർ എന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അല്ലേ. ആ വീട് എന്ന സ്വപ്നം, ഒരു വീട് നമുക്കറിയാം, ഒരു വീട് ആവണമെങ്കിൽ എത്ര കഷ്ടപ്പെടണമെന്ന്. ഇത്രയും കാലമായി 16 വർഷം കഷ്ടപ്പെട്ട് ഉള്ളിലുള്ള സ്വപ്നങ്ങളൊക്കെ അടിച്ചമർത്തി പിടിച്ച് നിന്ന് ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് ആ വീട് നിർമ്മിക്കുമ്പോൾ എന്തെന്നല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം അവരുടെ സ്വപ്നങ്ങൾ, ആ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഭാര്യയോടും മക്കളോടും എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്നു കേട്ടോ. ഇത്രയും നല്ലൊരു ഭാര്യയും മക്കളെയും കിട്ടിയ സാറിനോട് ഒരുപാട് കടപ്പാടും ഇതൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിൻ ഹനീഫ സാറ് മരിച്ചു പോയി. പക്ഷെ മരിച്ചു പോയാലും എല്ലാവരുടെ മനസ്സിൽ എന്നും 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 സാറുണ്ടായിരിക്കും അല്ലേ. അപ്പം എനിക്ക് ബൈ.